എത്തുമ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങളിലാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മലയാളികൾ. കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഡൽഹിയിലും ഉത്തരേന്ത്യയിലും മറ്റ് നഗരങ്ങളിലും താമസിക്കുന്ന മലയാളികൾക്ക് ഇത്തവണത്തെ ഓണയാത്ര വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ട്രെയിനിൽ ടിക്കറ്റ് ലഭിക്കാത്തതും വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതുമാണ് പ്രധാന കാരണം. ഇതോടെ പല കുടുംബങ്ങളും നാട്ടിലേക്ക് പോകണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലാണ്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ ചെലവ് കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കൂടുതലാണ്. 4 പേരടങ്ങുന്ന ഒരു കുടുംബം ഓണത്തിന് നാട്ടിൽ പോയി തിരികെ വരണമെങ്കിൽ കുറഞ്ഞത് 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവാകാൻ സാധ്യതയുണ്ട്. പലർക്കും ഇത്രയും വലിയ തുക യാത്രയ്ക്കായി മാത്രം ചെലവിടാൻ കഴിയാത്ത സാഹചര്യമാണ്. ട്രെയിനിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ഥിതി അത്ര നല്ലതല്ല. കേരളത്തിലേക്കുള്ള പ്രധാന ട്രെയിനുകളിലെ ടിക്കറ്റുകൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്ക് കൂടുതലും വെയിറ്റിംഗ് ലിസ്റ്റ് മാത്രമാണ് ലഭിക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റ് യാത്ര ദിവസത്തിനുള്ളിൽ കൺഫേം ആകുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല. കേരള എക്സ്പ്രസ്, മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് പോലുള്ള പ്രധാന ട്രെയിനുകളിൽ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്ത പല ടിക്കറ്റുകളും ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ആയതിനാൽ യാത്ര ഉറപ്പിക്കാനാകാതെ നിരവധി കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ്. ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് മലയാളികളാണ് ഇതിന്റെ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഉത്തരേന്ത്യയിലെ വേനൽക്കാല ചൂട് ഇപ്പോഴും ശക്തമായതിനാൽ സ്ലീപ്പർ ക്ലാസ് യാത്ര ചെയ്യുന്നതും പലർക്ക് പ്രയാസമാണ്. അതേസമയം തേർഡ് AC, സെക്കൻഡ് AC ടിക്കറ്റുകളും ലഭ്യമല്ല. സുഖകരമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ടിക്കറ്റ് കിട്ടാത്തത് മറ്റൊരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ഡൽഹിക്ക് പുറമെ ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന മലയാളികൾക്കും ഇതേ അവസ്ഥയാണ്. പല നഗരങ്ങളിൽ ഇന്നും കേരളത്തിലേക്ക് നേരിട്ടുള്ള ട്രെയിനുകളോ വിമാനങ്ങളോ ഇല്ല. ആയതിനാൽ ആദ്യം ഡൽഹിയിലെത്തിയ ശേഷമാണ് പലർക്കും കേരളത്തിലേക്ക് യാത്ര തുടരേണ്ടത്. ഇതോടെ യാത്രയ്ക്ക് കൂടുതൽ സമയവും കൂടുതൽ ചെലവും ആവശ്യമായി വരും. ഓണക്കാലത്ത് കേരളത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പട്ടികയിൽ ഡൽഹിയിൽ നിന്ന് ഒരു പ്രത്യേക ട്രെയിനിനും ഉൾപ്പെടുത്തിയിട്ടില്ല. ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഹൈദരാബാദ് തുടങ്ങി നഗരങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഡൽഹിയെ ഒഴിവാക്കിയതാണ് മലയാളികൾക്കിടയിൽ വലിയ നിരാശ സൃഷ്ടിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള മറ്റ് പ്രധാന ട്രെയിനുകളിലും ടിക്കറ്റുകൾ ലഭ്യമല്ല. രാജധാനി എക്സ്പ്രസ്, ഹിമാസാഗർ എക്സ്പ്രസ്, മിലേനിയം സൂപ്പർഫാസ്റ്റ്, യശ്വന്ത്പൂർ കൊച്ചുവേളി എക്സ്പ്രസ്, അമൃത്സർ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ്, നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് തുടങ്ങിയ ട്രെയിനുകളിലും യാത്രക്കാർക്ക് ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതോടെ ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നവർക്ക് മറ്റു വഴികൾ തേടേണ്ട സാഹചര്യമാണുള്ളത്. ട്രെയിനിൽ ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ പലരും വിമാനയാത്ര തെരഞ്ഞെടുക്കുകയാണ്. എന്നാൽ വിമാന ടിക്കറ്റ് നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള ഒരു വൺ വേ ടിക്കറ്റിന് തന്നെ ഇപ്പോൾ 15,000 രൂപയിൽ മുകളിലാണ് നിരക്ക്. ചില ദിവസങ്ങളിൽ ഇതിലും കൂടുതൽ തുക നൽകേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട്. കേരളത്തിൽ പോയി തിരികെ ഡൽഹിയിൽ എത്തുന്നതിനും ഏകദേശം ഇതേ നിരക്കാണ്. അതായത് ഒരാൾക്ക് മാത്രം യാത്രയ്ക്കായി 30,000 രൂപയോളം ചെലവാകും. 2 കുട്ടികളും മാതാപിതാക്കളും ഉൾപ്പെടുന്ന 4 പേരുള്ള ഒരു കുടുംബം വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ 60,000 രൂപയോ അതിൽ കൂടുതലോ ചെലവാകും. പല കുടുംബങ്ങൾക്കും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. ഓണം എല്ലാവർക്കും സന്തോഷത്തിന്റെ ഉത്സവമാണ്. എത്ര ദൂരെയായാലും കുടുംബത്തോടൊപ്പം ആഘോഷിക്കണമെന്നാണ് പല പ്രവാസി മലയാളികളുടെയും ആഗ്രഹം. എന്നാൽ ഇത്തവണ യാത്രാ ചെലവും ടിക്കറ്റ് ക്ഷാമവും കാരണം ആ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന സംശയത്തിലാണ്. ചിലർ യാത്ര മാറ്റിവെക്കാൻ തീരുമാനിക്കുമ്പോൾ മറ്റു ചിലർ അധിക ചെലവ് സഹിച്ചും നാട്ടിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കണമെന്നും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്നും മലയാളി സംഘടനകളും യാത്രക്കാരും ആവശ്യപ്പെടുന്നുണ്ട്. ആവശ്യത്തിന് സർവീസുകൾ ഉണ്ടെങ്കിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുമെന്നും ടിക്കറ്റ് നിരക്കിലും നിയന്ത്രണം വരുമെന്നും അവർ പറയുന്നു. ഈ ഓണക്കാലത്ത് ഡൽഹിയിലും ഉത്തരേന്ത്യയിലും മറ്റ് നഗരങ്ങളിലുമുള്ള മലയാളികൾക്ക് നാട്ടിലെത്തുക എളുപ്പമുള്ള കാര്യമല്ല. ട്രെയിനുകളിൽ ടിക്കറ്റ് ലഭിക്കാത്തതും വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതും ആയിരക്കണക്കിന് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഓണം കുടുംബത്തോടൊപ്പം ആഘോഷിക്കണമെന്ന ആഗ്രഹം പലർക്കും ഉണ്ടെങ്കിലും അതിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ ട്രെയിൻ സർവീസുകളും മറ്റ് സൗകര്യങ്ങളും അധികൃതർ ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.